ഗൈസ് വെൽക്കം ബാക്ക് ടു ആം സൂപ്പർ ഹീറോ. അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ചലഞ്ചുമായിട്ടാണ് വന്നേക്കുന്നത്. കാരണം ഓൾറെഡി നമ്മൾ ഇതിന് മുമ്പ് ജോളോ ചിപ്പ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ആരോമൽ ഇല്ലായിരുന്നു, പക്ഷെ നിനക്ക് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നടാ. ഉണ്ടായിരുന്നല്ലേ? നല്ല ടേസ്റ്റ് എന്നാണ് നിന്റെ വിചാരം. വേൾഡിലെ ഏറ്റവും സ്പൈസി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അതിന്റെ ചോക്ലേറ്റ് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് എരിയൊന്നും ഒരു പ്രശ്നമല്ല, എത്ര വേണം തിന്നും, ഒരു കുഴപ്പമില്ല. എന്നാ പിന്നെ പറ പിള്ളേടുത്ത്. എരിയൊന്നും ഒരു സീനില്ല ഗൈസ്, ഞാൻ തിന്നിട്ട് 10 മിനിറ്റ് ഇരുന്ന് കാണിച്ചു തരാം. അല്ലാന്നുണ്ടെങ്കിൽ മുടി മുട്ട അടിക്കട്ടാ? ഓ അടിച്ചു, ചുമ്മാ അടിച്ചു. സോ ഗൈസ് ഇത് കേട്ടല്ലോ, ഇവ എരിഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവന്റെ മുടി ഞാൻ മുട്ട അടിക്കും. ആ പരിപാടി നടക്കൂല, ഞാൻ വഴിച്ചിറക്കും. അങ്ങോട്ട് ചോദിച്ചാൽ പറഞ്ഞു തരാം. എന്റെ അടുത്ത് ചോദിച്ചാൽ വഴിക്കുമല്ലോ, ഉറപ്പേനല്ലോ. ഓക്കെ, ഡ്രിമ്മർ ഒന്ന് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഇവ ഇത് എരിഞ്ഞ് ഇവിടെ നിൽക്കുമെങ്കിൽ അവന്റെ മുടി ഞാൻ എടുക്കുന്നതായിരിക്കും ഗൈസ്. അപ്പൊ നമുക്ക് ആ പ്രോഡക്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. 6 പാക്ക് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കത് അൺബോക്സിങ് ഗൈസ്. സച്ചിച്ചേട്ടൻ എരി ഇല്ലെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം ജോളോ ചിപ്പ് അതിന് എന്തിന് തിന്നിരുന്നാലും ജോളോ ചിപ്പ് നിന്നോണ്ട് ആ എരി ചേട്ടന് പ്രശ്നമില്ലെന്നാണ് പറഞ്ഞത്. അല്ല, എനിക്ക് എരി ഓൾറെഡി പ്രശ്നമുണ്ട്. കാരണം ഒന്നാം തരം എനിക്ക് പനിയാണ്, ജലദോഷം കൂടി. അപ്പൊ ഇന്ന് ഒലിക്കൊന്ന് മൂക്കളാക്കി ഒലിച്ച് ഇന്ന് എനിക്കും പടർന്നു ഗൈസ്. ഓ ഒരു കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ജോളോ ചിപ്പ് ചോക്ലേറ്റ് ചലഞ്ച്. സോ ഗൈസ് നമ്മൾ ഒരു 6 പാക്ക് മേടിച്ചിട്ടുണ്ട്. ഹോട്ടസ്റ്റ് ചോക്ലേറ്റ് ചലഞ്ച് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൽ 3 ഞാൻ തിന്ന് കാണിച്ചു തരാം. ഓ മാൻ നോട്ടി, നോട്ടി ബോയ്. 3 കഴിക്കോ? എന്നാ 3 നിനക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ചലഞ്ചിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്രയും പേര് മാത്രമല്ല, ബിജോയും കൂടി ഉണ്ട്. ബിജോ ഐസ്ക്രീം മേടിക്കാൻ ഓടിക്കാൻ നേരത്തെ പറഞ്ഞാൽ മറന്നുപോയി. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഐസ്ക്രീം ഒക്കെ മേടിച്ച് സേഫ് ആക്കി വെക്കണം. അപ്പോൾ ഇന്ന് പുള്ളി 3 കഴിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവന്റെ മുട്ടയടിച്ച മുഖം തൊട്ട് നമ്മൾ കാണുന്നത്. ഓക്കെ, സോ ഗൈസ് നമ്മളപ്പോൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ ചലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഇത് കഴിച്ച് ഫുൾ ഫിനിഷ് ചെയ്തതിന് ശേഷം 15 മിനിറ്റ്, അതായത് നമ്മൾ സ്റ്റോപ്പ് വാച്ച് ഇടും. അപ്പൊ അത് 15 മിനിറ്റ് കഴിയുന്ന ആരാണോ അവർക്ക് 2000 രൂപ. പിന്നെ ഇതിലൊരു ചലഞ്ച് ഉണ്ടെന്ന് വെച്ചാൽ ഈ പുള്ളിക്ക് എരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അതായത് എരി അത്രയ്ക്ക് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പുള്ളിയുടെ മൂടി മുട്ട അടിച്ചോളാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓ എരിയാണെങ്കിൽ തന്നെ അതായത് ഇപ്പൊ പുള്ളിക്ക് ഒരു എക്സ്പ്രഷനും കാണത്തില്ല. എത്ര വേണം 3 കഴിക്കുമെന്നാണ് പറയണം. ഇത് ഈ ചലഞ്ചിൽ ബിക്കോസ് ഞാൻ ഇന്നില്ല, കാരണം എനിക്ക് പനിയാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കഴിച്ചാൽ, ഇല്ലെങ്കിൽ വേറൊരു ദിവസം ഞാൻ ഇത് കഴിക്കുന്നതായിരിക്കും. ഭയങ്കര കുരു തന്നെ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഓരോരുത്തർക്കായിട്ട് ഇത് പൊട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ഈ കുട്ടിയുടെ മുഖത്ത് ഇപ്പോഴേ ഉണ്ട്, കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ട്. ഫസ്റ്റിലേ തോക്കും. വെറുതെ എന്തിനാ എന്നും വയ്യ നിനക്ക്? അൺബോക്സ് ചെയ്തോ? എല്ലാരും അൺബോക്സ് ചെയ്തോ. ആരോമൽ ഞാൻ പൊട്ടിച്ചു തരോടാ, ചേട്ടന്റെ കൈ കൊണ്ട് മേടിക്കേ. ശവപ്പെട്ടി നമ്മൾ ഓപ്പൺ ചെയ്യാം. ആരോമലിന്റെ ഫസ്റ്റത്തെ ചലഞ്ച് ആണല്ലേ? ഒരു പഴഞ്ഞ ചലഞ്ച് ഉണ്ട്, പക്ഷെ അത് നമുക്ക് പറ്റിയില്ല. അതല്ല, ക്രാഷ് ആയി പോയി. കണ്ടില്ലേ? ഇതാണ് നമ്മുടെ ഐറ്റം. പ്ലീസ്. ഓ അത് കുഴപ്പമില്ല, നക്കി കഴിച്ചാൽ മതി. വേറെ കിടയിൽ നക്കുമല്ലോ. എന്നെ കാണാനുള്ളവർ ഇന്ന് മെഡിക്കൽ കോളേജിൽ വന്നാൽ മതി, എല്ലാവരും കാണാം. ഡോക്ടറാണോ അവിടെ? ഓഹോ ബ്രദർ, ഡയറി മിൽക്കിന്റെ മണം. സോ ഗൈസ് യുവർ ടൈം സ്റ്റാർട്ട് നൗ. മണിക്കൂട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. കം ആരോമൽ കഴിഞ്ഞ് 3 കഴിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരോമൽ എന്റെ ചെറുക്ക അടിച്ചിരിക്കും. പിന്നെ വേറെ ഇവ അടിച്ചിട്ട് വേറെ ചെറുക്ക അടിക്കുന്നത്. ആരോമൽ ഫാൻസിന് വേണ്ടിട്ട് ആരോമൽ കഴിക്കുന്നു ഒരു ജോളോ. ഓക്കെ, 3 പോവില്ല മിക്കവാറും. അത് ഫുൾ കഴിക്കണം, അത് നക്കി എടുക്കണം. വേണ്ടേ? ഇത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇനി വയ്യണ്ടാവും. ഇപ്പൊ തന്നെ 57 സെക്കൻഡ് മാത്രമാണ് നിങ്ങൾ ചലഞ്ച് ആയിരിക്കുന്നത്. 1 മിനിറ്റ് ആയിരിക്കുന്നു. 1 മിനിറ്റ്. എന്താ അത് വെച്ച് കണ്ണിലൊന്നും പിടിക്കല്ലേ. ആരോമൽ എന്ത് തോന്നുന്നു? എരിയുണ്ട്, നല്ല എരിയുണ്ട്. നല്ല എരിയാ. കഴിക്ക്. അയ്യോ ഇല്ല അതെന്നെ കൊണ്ട് പറ്റുള്ള ആരോമൽ. 2000 രൂപ. ഇതില് 3 ഞാൻ തിന്ന് കാണിച്ചു തരാം. വേണ്ട, ഇങ്ങനെയൊന്നും അല്ലല്ലോ. ഇതില് 3 ഞാൻ തിന്ന് കാണിച്ചു തരാം. 2000 രൂപയ്ക്ക് വേണ്ടി ഞാൻ അങ്ങ് അച്ഛൻ വരെ പോവും. ചാവണ വരെ ഞാൻ പോവും. കൈ നിങ്ങളുടെ മുന്നിൽ ഞാൻ കഴിക്കാം. ഇല്ല ചലഞ്ചാണ് ആരോമൽ. പ്ലീസ് ആരോമൽ ഫാൻസ് ആണ്. ആരോമൽ പട്ടി
ആരോപല്ല ഇനി എരി തീരൂല, ഇനി എരി നിൽക്കൂല. നീ കൂടി ശക്കി 2000 രൂപയ്ക്ക് വേണ്ടിയാണ് 2 മിനിറ്റ് 47 സെക്കൻഡ് വരെയാണ്. എന്താ പുള്ളി പോയടാ, ആദ്യമേ പോയി. ഞാൻ 3 കഴിക്കുമെന്ന്, എനിക്കൊന്നും വൃഷിയല്ലെന്ന്. ഇതിൽ 3 ഞാൻ തിന്ന് കാണിച്ചു തരാം. എന്റെ അനിയ വിട്ടുകൊടുത്തില്ല, അവർ 2000 രൂപ. 2000 രൂപ. നമുക്ക് ആരോപല്ല ചോദിക്കാം, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നല്ല എരിയുണ്ട്. പിന്നെ ജ്യൂസ് ആണ് കൊണ്ടുപോകണം. അയ്യോ വേറെന്തെങ്കിലും എടുത്തോണ്ട് ഐസ്ക്രീം എടുത്തോണ്ട്. അയ്യോ നീ അവിടെ 3 കുറവാണ്. ഭൂതട്ടോ ഇനി ഉച്ച എന്ത് വിളിച്ചാ വെല്ലുവിളിയാവാ, അത് ജോളച്ചിപ്പിനോടാവരുത്, മനസ്സിലായോ? വെല്ലുവിളിയാവാ ഇത്. അത് ഇനി വാടച്ചിന്റെ പാന്റ് തത്ത് തേച്ചിരും. ഫിറോസക്കടുത്ത് പോയി വെല്ലുവിളിക്കില്ല കേട്ടോ. എന്റെ അനിയ കട്ടയ്ക്ക് കട്ടയാണ്. സഞ്ജു 4 മിനിറ്റ് 41 സെക്കൻഡ് അടിച്ചുകൊണ്ടിരുന്ന മുന്നേറുകയാണ്. ഒരെണ്ണം കൂടി അടിക്കാൻ പറ്റുമോ? കഴിഞ്ഞാ കിറ്റല്ല, അവര് പല മിനിറ്റ് നിക്കണം. കഴിക്കുമ്പോ ആരോമൽ തോറ്റിരിക്കുകയാണ്. നമ്മള് കഴിക്കാതിരുന്നാ നമുക്ക് ഇതിന്റെ എഫക്ട് വന്നോണ്ടിരിക്കും. കഴിച്ചോണ്ടിരുന്ന 5 മിനിറ്റ് ആണ്, 5 മിനിറ്റ് കൂടെ 10 മിനിറ്റ് കൂടെ. ജോളച്ചപ്പൊക്കെ എന്ത് ബെറ്റർ ആയിരുന്നല്ലേ. എനിക്കുണ്ട്. അത് ഗ്യാസ് അടിച്ച. രാവിലെ എന്താ കഴിച്ചാ? ഒന്നും കഴിച്ചില്ല. ടൈം 7 മിനിറ്റും 15 സെക്കൻഡ്. ശരിക്കും നെഞ്ചു കാണിക്കണം. എന്താണോ എന്തോ എനിക്ക് നെഞ്ചു അങ്ങനെ പരിപാടിയൊന്നും. അത് ഗ്യാസ് വെള്ളം കൂടി കപത്തി. പുള്ളിക്കാരി ഒരു ശകലം പോലും നിന്നിട്ടില്ല, അതിന്റെ മണം കേട്ട് ഐസ്ക്രീം തിന്നാൻ വേണ്ടി മാത്രമാണ് ടിഷ്യൂ. അവരെന്തിനെന്ന് വെച്ചാ കൊറ എന്തിനാ നീ മനുഷ്യൻ തന്നെ എന്തിനുണ്ടായത് പൈസ എന്റെ അച്ഛനുണ്ടായത്. എനിക്ക് തോന്നുന്നുണ്ട് ആരോമല് വെറും. പക്ഷെ ഒരു കാര്യമുണ്ട് ഗൈസ്, ഇത് കഴിഞ്ഞോടെ എന്റെ മുടി ഇപ്പൊ പോവും. ഇല്ല 2 സ്റ്റൈല് വെട്ടി നമ്മൾ പരീക്ഷിക്കും. എത്ര അടി താഴ്ചയുണ്ട്. നമുക്ക് ആദ്യം ബുള്ളറ്റ് അടിക്കടാ, പിന്നെ നമുക്ക് പയ്യെ പയ്യെ എടുക്കാം. എന്താ പറയുന്നത്? ബുള്ളറ്റ് അടിച്ചിട്ട് കൊള്ളാമെങ്കിൽ ബുള്ളറ്റ് വെക്കാൻ. ബുള്ളറ്റ് വെക്കട്ടെ, പൾസർ വെക്കാം. സോ ഗൈസ് സഞ്ജു 10 മിനിറ്റ് പിന്നിട്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ തിന്നിരുന്നെങ്കിൽ ഇന്ന് തീരുമാനമായേനെ. എന്തിന്റെ കുഞ്ഞാണെന്ന് ചോദിക്കാനും പറ്റൂലല്ലോ. എന്റെ അച്ഛനും എന്റെ അച്ഛനും ഒന്നല്ലേ. എനിക്ക് വയ്യ ഗൈസ്. നിർത്താൻ പറ്റൂല. ആ 50 ഐസ്ക്രീം കുറച്ച് ഐസ്ക്രീം നല്ല ടേസ്റ്റ്. ഇതുവരെ കൊണ്ടെത്തിക്ക് അറിയാം. ബാക്കി 4 മിനിറ്റോട് പിടിച്ച സഞ്ജു 2000 രൂപ. 2000 അറുതി പോലും കുട്ടികൾ ആരും ഇത് കുട്ടികള്, ഗർഭിണികള്, ഏരി പേടിയുള്ളവരൊന്നും ഇത് കഴിക്കല്. ചത്തു. പിന്നെ അസുഖമുള്ളവരും ഇത് കഴിക്കരുത്. സഞ്ജുവിന്റെ 2000 രൂപ ഗിഫ്റ്റ് അകലെയാണ്. ഇനി വെറും 1 മിനിറ്റ് കൂടി പിടിച്ചത് സഞ്ജു 2000 രൂപ. ഈ സഞ്ജുവിന്റെ റെക്കോർഡ് ഇനി തകർക്കുന്നവർക്ക് 5000 രൂപ സമ്മാനം. ഞാൻ നല്ല ഐസ്ക്രീം 14 സഞ്ജു 2.5 1.5 കവർ കഴിച്ചിരിക്കുന്നു സഞ്ജു. യവന്റെ റെക്കോർഡ് തകർക്കുന്നവർക്ക് 5000 രൂപ. നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് മാത്രം. 30 സെക്കൻഡ് കൂടി. 30 സെക്കൻഡ് 1.5 പാക്കറ്റ് കഴിച്ചിരിക്കുന്നു സഞ്ജു. 2 പാക്കറ്റ് കഴിച്ച വെറും 20 സെക്കൻഡ്. 19 18 കബഡ് സഞ്ജു സഞ്ജു ഐസ്ക്രീം. ലാസ്റ്റ് 10 സെക്കൻഡ്. 9 8 5 8 6 7 3 5 I pau 3 2 1 go. കുടുംബത്തിൽ തന്നെ വന്ന് ചേർന്നു.
അപ്പൊ ഇനി അടുത്ത് നമ്മൾ ആരോമല്ല മുടി വെട്ടുന്ന രംഗമാണ് അടുത്ത എല്ലാം ചെയ്തിട്ട് പെട്ടെന്ന് വാ. ഗായ്സ് എന്റെ അനിയൻ ദാ അവിടെ കിടന്ന് പിടയാണ്. അപ്പൊ ഈ സംഭവം ഇന്ന് നല്ല എരി കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വയറിനകത്തൊരു പ്രശ്നം വരും. പക്ഷേ ആകാശ് ഇവിടെ വേറൊരു ഇഷ്യൂ നടന്നിരിക്കുകയാണ്. കൈ കഴിവാതെ തന്നെ സുക്കാമണിയിൽ പിടിച്ചെടുത്ത് ചെറുക്കൻ ഏരിയാണ്. ചുക്കാമണിയിട്ട് പിടിച്ചെടുത്ത് കൈ കഴിവാതാ. ഇപ്പൊ ഗുളിയ കൊണ്ടുവരാം. ആദ്യം അവിടെ പോയി അത് കഴി ഗുളിയ ഇപ്പൊ കൊണ്ടുവരുന്നായിരിക്കും ഗൈസ്. വയറിനകത്ത് എരിയണല്ലേ, അതിപ്പോ കൊണ്ടുവരാം. ഗുളിയ ഇപ്പൊ കൊണ്ടുവരും. സോ ഗൈസ് കഴിഞ്ഞ പ്രാവശ്യം ശരിക്കും ഇതേ അനുഭവം ഉണ്ടായത്. അതായത് വയറിനകത്ത് ഒരുമാതിരി ഉരുണ്ട് കയറക്കവും അതുപോലെ തന്നെ ഒരു ഗ്യാസ് അടിച്ച് കയറുന്ന ഒരു സംഭവം. അതിനുള്ള ടാബ്ലറ്റ് നമ്മൾ ഇപ്പൊ എത്തിക്കുന്നതായിരിക്കും. അതുകൊണ്ട് മനഃപൂർവ്വം പനിയാണെന്ന് പറഞ്ഞ് കഴിച്ചില്ല. അല്ല നീ പനിയാണ്. 2000 രൂപ കൊടുത്തു. 2000 രൂപ കൊടുത്തെങ്കിൽ 6000 രൂപ പോവുക. സോ ഗൈസ് അപ്പൊ ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറിനകത്ത് ഒരുമാതിരി ഉരുണ്ട് കയറുന്ന ഒരു സംഭവം ഉണ്ടാവും. പിന്നെ പെട്ടെന്ന് ബാത്റൂമിൽ പോയാൽ നമുക്ക് പറ്റൂല. പെട്ടെന്ന് നമുക്ക് ഡീഹൈഡ്രേഷൻ ആവുന്ന പോലെ തോന്നും. കാരണം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഉണ്ടായ സംഭവമാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവർക്ക് വന്നേക്കുന്നത്. വയറിനകത്തൊരു ഭയങ്കരമായിട്ട് കാരണം ഇത്രയും വലിയ എരി കഴിക്കല്ല. അപ്പൊ അതിന്റേതായിട്ടുള്ള ഗ്യാസ് ട്രബിൾസും അതുപോലെ തന്നെ മലബന്ധവും ഉണ്ടാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇതാരും അങ്ങനെ കഴിക്കരുത്. ആക്ടിങ്ങാണടാ ഇപ്പൊ എക്സ്പ്രഷൻ കഴിച്ചിട്ട് കുഴപ്പമില്ല. ഞാൻ കുറച്ചല്ലേ കഴിച്ചുള്ളൂ. ബന്ധുക്കളെ കൊടുക്കാല്ലേ. അങ്ങനെ ആരോമൽ ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും തെറ്റിച്ചിരിക്കുകയാണ്. സോ നമുക്ക് അവനെ ഇന്ന് മുട്ടിയായിട്ട് വെട്ടി നമുക്ക് അടങ്ങിയിരിക്കുന്നുണ്ടോ? ഇരിക്കുന്നതിന്റെ കാര്യം എന്താ? ഫസ്റ്റ് ഏത് പാഷൻ വേണം നമുക്കൊക്കെ? ബുള്ളറ്റ്. ഓക്കെ ബുള്ളറ്റ് നമുക്ക് ആദ്യം വെട്ടിച്ചു തരാം ചേട്ടാ. ഓക്കെ അത് കഴിഞ്ഞ് നമുക്ക് അത് നല്ലതാണെന്ന് തോന്നി കഴിയുമ്പോ നമുക്ക് അത് വെക്കാം. വിജയുടെ മുടിയാണെങ്കിൽ വൺ ഷോ. അവന്റെ മുടി ഞാൻ വലിച്ചത് മനസ്സിലായി. ചുമ്മാ അടിയാണ്ട് എന്തിനാണ് എത്ര കഷ്ടപ്പെട്ടാണ് വളർത്തിയത്? എന്തിനാണ് എത്ര കഷ്ടപ്പെട്ടാണ് വളർത്തിയത്? ഞാണ്ട എടുക്കല്ലാട്ടാ അത്. ചാട്ട എന്തൊരു കഷ്ടം ചാട്ടാ. ഫുള്ള് പോയി ഇനി വലിച്ചാലേ പറ്റുള്ളൂ. ചാട്ട എന്തൊരു കഷ്ടം കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. ജസ്റ്റ് എന്താണക്ക് പോയില്ല പോയാട്ടാ പോയാട്ടാ ഇല്ലാട്ടാ ഫുള്ള് പോയതാണ്ടാ. ഞാൻ കഷ്ടപ്പെട്ടാണ്ടാ വളർത്തിയത്. അതിന്റെ ഇടയിൽ എന്റെ തലയിൽ വന്നിടിച്ചത്. ഷോ ഇറക്കണ വീഡിയോയിൽ കണ്ടറിയാം. വീഡിയോ എടുത്താ ഗൈസ് പോയി ഗൈസ് നോക്ക്. നിങ്ങൾ മര്യാദക്ക് വന്ന ഞാൻ വെട്ടിയാണ്. ഇങ്ങനെ ഈ കിണയുണ്ടല്ലോ ഈ കിണ ഞാൻ തരാം. ഉണ്ണിക്കുട്ടോ ഉണ്ണിക്കുട്ടോ. സോ ഗൈസ് നമ്മളപ്പം മുടി നമ്മൾ വെട്ടി സെറ്റ് ആക്കിട്ടോ. ഇപ്പൊ ജൂനിയർ മാൻഡ്രിക്കിനെ പോലെയുണ്ട്. പക്ഷെ എന്തായാലും ക്യൂട്ടാണ്. മുടി പോയതിന്റെ ഒരു ഇതും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇത് കഷ്ടപ്പെട്ടവന്റെ മുടി ബെറ്റ് വെച്ചത് വടിച്ചതെന്ന്. പക്ഷെ അങ്ങനെയല്ല. അല്ലേ ഞാനാണ് പറഞ്ഞത് മുടി വെട്ടാൻ. ഇതാകുമ്പോ 150 നമുക്ക് ലാഭിക്കാമല്ലോ. അതിന് നല്ല ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു കേസ്. അപ്പൊ മുടി വെട്ടിട്ട് ഒന്നുകൂടി നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് മുടി വളർത്താൻ വേണ്ടിട്ട് അതിന്റെ ഇടയിൽ പുള്ളിക്കാരനും പണി കിട്ടി. ഇവന്റെ ഈ നടാ ഒരു വിധത്തിൽ ഒരു ചേർന്നില്ല.
ചെയ്യാറുണ്ട്. ഇത് കണ്ട് ഇത് എന്താ സംഭവം? കത്തിരി ഇപ്പം തന്നെ ചുമ്മാ ഒരു മുടി അവിടെ ഉണ്ടായിരുന്നു, നമുക്കൊരു ഇത് തോന്നുന്നില്ല. ക്യൂട്ടാണ്, അതുപോലെ തന്നെ ഒരു മാറ്റമില്ല. അല്ല അത് ജോള ചിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ഉപ്പുമല്ല, അത് മൈക്കെടുത്ത് വയ്യോ അത്ര കഴിയുന്നത്. പിന്നെ വലിയ കുഴപ്പമില്ല, ഗുളിക റെഡിയായി. സോ ഗൈസ്, അപ്പൊ അടുത്തൊരു വീഡിയോ കാണും വരെ. ബൈ.